കർഷകന്റെ നെല്ലിന് സപ്ലൈകോവിൽ നിന്ന് റൊക്കം പണം കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഞാൻ മുമ്പിലുണ്ടാവും. മാത്രമല്ല സബ്സിഡിയും കേരള സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ പ്രസരണ നഷ്ടമില്ലാതെ വളരെ കൃത്യമായിട്ട് കർഷകരിൽ എത്താൻ. ഈ പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പല സബ്സിഡികളും കേരള സർക്കാരിൻ്റെ ഇടപെടലുകളോടുകൂടി അതിൻ്റെയൊക്കെ വലിപ്പവും പ്രഭാവവും ഒക്കെ കുറയുന്നതായിട്ട് കർഷകർക്ക് പരാതിയുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സംതൃപ്തമായ കർഷകരും സമൃദ്ധമായ കോൾ നിലങ്ങളും അതാണ് നമ്മുടെ ലക്ഷ്യം. പൊന്നാനിയിലെ കോൾ കർഷകരുടെ ശബ്ദമായി മാറുമെന്ന് ഉറപ്പു നൽകി UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലി. കർഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ശക്തമായി ഇടപെട്ട് പരിഹാരം കണ്ടെത്താനും സബ്സിഡികൾ സമയബന്ധിതമായി ലഭ്യമാക്കാനും പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊന്നാനി നിയോജകമണ്ഡല പരിധിയിൽ മാത്രം 4000 ഏക്കർ കോൾ കൃഷിയുണ്ട്, പുഞ്ചപ്പാടങ്ങളുണ്ട്. ഈ പുഞ്ചപ്പാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരോക്ഷമായ വലിയൊരു വ്യവസ്ഥിതിയെ പുഞ്ചപ്പാടമാണ് നിയന്ത്രിക്കുന്നത്. അത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാവും എന്നതൊരു ചോദ്യമാണ്. നമ്മുടെ നാടിൻ്റെ മണ്ണ്, ജലം, ജൈവസമ്പത്ത്, ഈ ഒരു എക്കോസിസ്റ്റം, ഈ ഒരു ഒരു ജൈവിക വൈവിധ്യം നിലനിർത്തുന്നത് ഈ കോൾ നിലങ്ങളാണ്. അവയുടെ സംരക്ഷണം ഈ നാടിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കോൾ നിലങ്ങളിൽ മതിയായ അളവിൽ ജലസേചന സൗകര്യം ഏർപ്പെടുത്തുകയും അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള നടപടികൾ ഒരു സാമാജികൻ എന്ന നിലയിൽ ഞാൻ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്യും. പ്രചാരണത്തിനായി വിവിധ മേഖലകളിൽ പോകുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയെന്നും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കോൾ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CNTV പൊന്നാനി.